അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ അവസാനം ആരംഭിച്ചത് സിദ്ധു അവൻ്റെ സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുമ്പോഴായിരുന്നു. സുഹൃത്ത് പറയുന്നു, എടാ അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ കുറച്ച് താമസമെടുക്കുമെടാ. അപ്പോൾ സിദ്ധു സങ്കടത്തിൽ അങ്ങോട്ട് പറയുന്നു, എടാ അവൾ സ്നേഹം ഉള്ളിൽ തന്നെ വെച്ചാൽ പിന്നെ എപ്പോഴാടാ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നേ? ഞാൻ ചന്ദ്രികയ്ക്ക് വേണ്ടി എത്ര വർഷം വരെ കാത്തിരിക്കാനും തയ്യാറാണ്. പക്ഷേ എൻ്റെ അമ്മ എന്നെ വിടില്ലടാ. എൻ്റെ അമ്മയെ പേടിച്ചിട്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ തന്നെ പ്ലാൻ ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഞാൻ അമേരിക്കയിലേക്ക് പോയാലെങ്കിലും പിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ അമ്മ നിർബന്ധിക്കില്ലല്ലോ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ദേ നോക്ക്, ഞാനാ പറയുന്നേ, നീ അമേരിക്കയിലൊന്നും പോകുന്നില്ല. അപ്പോൾ സിദ്ധു, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ അവൻ, അങ്ങനെ നീ ചോദിക്കേ, ചന്ദ്രിക നിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്തോന്ന് കരുതുക, പിന്നെ നീ അമേരിക്കയിലേക്ക് പോവില്ലല്ലോ. അതും പറഞ്ഞവൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ സിദ്ധുവിനും ചിരി വന്നു. എടാ ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ, എനിക്കറിയാവുന്നിടത്തോളം അവൾ ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ലടാ, ദേ നോക്കിയേ, എൻ്റെ മനസ്സ് പറയുന്നു, ചന്ദ്രിക ഉറപ്പായും നിൻ്റെ സ്നേഹം അംഗീകരിച്ചിരിക്കും. നീ വേണമെങ്കിൽ കണ്ടോ, നിൻ്റെ ബർത്ത്ഡേക്ക് അവൾ നിൻ്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് പറയും. അപ്പോൾ സിദ്ധു, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ അവൾ പറയേണ്ടതല്ലേ, പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിനക്കറിയോ, അവൾ പിറന്നാൾ ആശംസ പറയുമെന്ന് കരുതി ഇത്ര നേരം ഞാൻ കാത്തിരുന്നത്, പക്ഷെ അവൾ വന്നതേ ഇല്ലടാ. അളിയ, എനിക്കറിയാവുന്നിടത്തോളം അവൾ സ്വീകരിക്കില്ല. അപ്പോൾ അവൻ, ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എന്താ, നാളെ നേരം വെളുത്താലും പറയാലോ. ദേ നോക്കിയേ, അതിൻ്റെ ഇടയ്ക്ക് നീ ആവശ്യമില്ലാതെ തീരുമാനം എടുക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്താ? ശരി, നേരം വെളുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം, ബൈ. ഓക്കേടാ, ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ സിദ്ധുവും ഗുഡ് നൈറ്റ് പറഞ്ഞ് കോൾ കട്ടാക്കി. സിദ്ധു അപ്പോൾ മനസ്സിലോർത്തു അന്ന് രാവിലെ ചന്ദ്രികയായിട്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ. അവൻ ചന്ദ്രികയോട് പറയുന്നുണ്ടല്ലോ, നീ എന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഞാനിനി നാട്ടിൽ നിൽക്കൂ, അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. എന്നിട്ട് അവൻ തന്നെ ആലോചിച്ചു കൂട്ടി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രിക അവളുടെ തീരുമാനം പറഞ്ഞില്ല, അപ്പോൾ അവളെന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നല്ലേ അർത്ഥം? എല്ലാം കൂടി ആലോചിച്ച് അവൻ ഉറക്കം വന്നില്ല. അവൻ ബെഡിൽ നിന്ന് എണീറ്റു. ടെറസിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽപ്പെട്ടത് ചന്ദ്രികയുടെ മുറ്റത്ത് ഒരു വലിയ പ്രകാശം. ദീപങ്ങൾ തെളിയിച്ച് അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് അവൻ വായിച്ചു, പിറന്നാൾ ആശംസകൾ. അവന് അത് കണ്ട് ഭയങ്കര സന്തോഷമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രികയും അവനെ കണ്ടു. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ഓടി വന്നു. അവൻ ഓടി വന്നത് കണ്ട് അവൾ അവിടെ നിന്ന് എണീറ്റു. അവനെ കണ്ട് അവളും സന്തോഷത്തോടെ പറഞ്ഞു, പിറന്നാൾ ആശംസകൾ സർ. താങ്ക്സ് ചന്ദ്രികെ. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, നീ ഇങ്ങനെയൊരു സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എക്സൈറ്റ്മെൻ്റ് അടക്കാനാവാതെ അവൻ പറഞ്ഞു, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, ഞാൻ ഇപ്പോൾ ജനിച്ചു വീണതുപോലെ എനിക്ക് തോന്നുന്നു. ചന്ദ്രികെ, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണിപ്പോൾ. നീ എന്നെ സ്വീകരിച്ചു എന്ന് എനിക്ക് ഇതിലൂടെ തന്നെ മനസ്സിലായി. പെട്ടെന്ന് അവളുടെ മുഖം മാറി. സാർ, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. വിളക്ക് കത്തിച്ച് സാറിന് പിറന്നാൾ ആശംസകൾ പറഞ്ഞതുകൊണ്ട് സാറിനോട് പ്രണയമുണ്ടെന്ന് അർത്ഥമില്ല. ഈ ആശംസ ഞാൻ സാറിനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ അടയാളമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല സാർ. പെട്ടെന്ന് അവൻ്റെ മുഖം മാറി. അവൻ മനസ്സിലോർത്തു, നാവ് ചിലപ്പോൾ കള്ളം പറഞ്ഞേക്കാം, പക്ഷേ നിൻ്റെ കണ്ണുകൾ കള്ളം പറയില്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നത് നിൻ്റെ കണ്ണിന് തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൾ പറഞ്ഞു, സാർ, ആരെങ്കിലും കാണും സാർ, ഞാൻ കാരണം സാറിനോട് ചീത്തപ്പേരുണ്ടാവാൻ പാടില്ല. സാറ് തിരികെ വീട്ടിലേക്ക് പോയിക്കോളൂ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ മനസ്സിലോർത്തു, നിൻ്റെ കണ്ണിൽ അത്രത്തോളം സ്നേഹം അടക്കി വെച്ചിട്ട് എന്തിനാ ചന്ദ്രിക ഇങ്ങനെ അഭിനയിക്കുന്നത്? പ്ലീസ് സാർ, ഇവിടെ നിന്ന് പോയിക്കോളൂ സാർ. അപ്പോൾ അവൻ ചോദിച്ചു, അപ്പോൾ ഇതാണോ നിൻ്റെ തീരുമാനം? അതെ സാർ, ഇതാണ് എൻ്റെ തീരുമാനം. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരി ചന്ദ്രികെ, നിൻ്റെ തീരുമാനത്തിന് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ശല്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പായും ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോകും. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവിടെ നിന്ന് മെല്ലെ പോയി കളഞ്ഞു. വീട്ടിൽ കയറും മുൻപ് അവൻ അവളെ തന്നെ നോക്കി നിന്നു.
അവൻ അവിടെ തന്നെ നിന്ന് നോക്കുന്നത് കണ്ട് അവൾ ഉള്ളിലേക്ക് കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ സിദ്ധു സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് പുറത്ത് നല്ല ആഘോഷമായിരുന്നു. ആരതിയും മേഘയും മുത്തശ്ശനും എല്ലാവരും ഉണ്ടായിരുന്നു പുറത്ത്. എല്ലാവരും അവനെ വിഷ് ചെയ്തു. മുത്തശ്ശനും ഹാപ്പി ബർത്ത്ഡേ കൊടുത്തു. താങ്ക്സ് മുത്തശ്ശ, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അവൻ അനുഗ്രഹം വാങ്ങിച്ചു. ജീവിതത്തിൽ വലിയ ആളായി വരും നീ, നന്നായി വരട്ടെ എന്ന് പറഞ്ഞ മുത്തശ്ശൻ. ഒന്നും പറയാനാവാതെ ചന്ദ്രിക എല്ലാവരുടെയും പുറകിലുണ്ടായിരുന്നു. അവനും അവളെ നോക്കാതെ നിന്നു. പിന്നീട് മഹേന്ദ്രൻ സാറ് വാ സിദ്ധു കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് കേക്ക് മുറിക്കാൻ കൊണ്ടുപോയി. എല്ലാവരും അങ്ങോട്ട് പോയെങ്കിലും ചന്ദ്രിക മാത്രം പോയില്ല. ആരതി കേക്കും കൊണ്ടുവന്നു. ആരതി സിദ്ധുവിനോട് ചോദിച്ചു, കേക്ക് എങ്ങനെയുണ്ട്? വാവ്, അടിപൊളിയായിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി അമ്മ കേക്കിലേക്കൊരു മെഴുകുതിരി വച്ചു. എന്നിട്ട് തീപ്പെട്ടിക്ക് പരതി. അപ്പോൾ കാണാഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ, ചന്ദ്രികേ മാച്ച് ബോക്സ് എടുത്തിട്ട് വന്നിത് കത്തിക്ക്. അവൾ തലയാട്ടി വേഗം തീപ്പെട്ടി എടുക്കാൻ വേണ്ടി പോയി. അത് കണ്ട് മാലതി മുത്തശ്ശി മേഘയോട് പതിയെ പറഞ്ഞു, കണ്ടില്ലേ, ജോലിക്കാരിയെ വിളിച്ചു വരുത്തി അടുത്ത് നിർത്തിയില്ലെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് ഉറക്കം വരില്ല. അവൾ തീപ്പെട്ടി എടുത്ത് ലക്ഷ്മിക്ക് കൊടുത്തു. അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, നീ തന്നെ കത്തിക്ക് ചന്ദ്രികേ. കത്തിക്ക് മോളെ എന്ന് മഹേന്ദ്രൻ സാറും. അവൾ തീ കത്തിക്കാൻ വേണ്ടി എത്ര ഉരച്ചിട്ടും കത്തുന്നില്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. മഹേന്ദ്രൻ സാറ് പറഞ്ഞു, ചന്ദ്രികയെ സമാധാനമായി പതുക്കെ കത്തിച്ചാൽ മതി. അങ്ങനെ തീ കത്തിച്ച് സിദ്ധാർത്ഥ് കേക്ക് മുറിക്കാനായി വന്നു. എല്ലാവരും അവനോട് പറഞ്ഞു കട്ട് ചെയ്യാൻ. എല്ലാവരും അവന് ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ പാടിക്കൊണ്ടിരുന്നു. അവൻ കാൻഡിൽ ഊതിക്കെടുത്തി. അങ്ങനെ അവൻ കേക്ക് മുറിക്കാൻ നേരത്ത് പുറത്തു നിന്നും മലര് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, സിദ്ധു ഒരു മിനിറ്റ്. അത് കണ്ട് മാലതി മേഘയോട് പതിയെ പറഞ്ഞു, കുട്ടിക്കുരങ്ങിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുക, എത്തിയല്ലോ. മലര് ഓടിപ്പോയി സിദ്ധുവിനോട് ഹാപ്പി ബർത്ത്ഡേ സിദ്ധു, താങ്ക് യു. എന്നിട്ട് അവളൊരു പേപ്പർ എടുത്ത് അവന് കൊടുത്ത് പറഞ്ഞു, ഇതെൻ്റെ ഗിഫ്റ്റാ. അവൾ വരച്ച ചിത്രമായിരുന്നു അത്. സിദ്ധുവിനെയും മലരിനെയും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ. അത് കണ്ടതും സിദ്ധു വാവ്. ആരതിയും അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. നീ വരച്ചതാണോ? സിദ്ധുവും ചോദിച്ചു, നീ വരച്ചതാണോ? സൂപ്പറായിട്ടുണ്ടല്ലോ മോളെ. അവൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഞങ്ങളെ കൂടി കാണിക്കും മോനെ, കൊള്ളാമോ നോക്കട്ടെ. എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞു. പക്ഷേ ജാനകിയുടെ മുഖം അത്ര തെളിച്ചമില്ല. സിദ്ധു സന്തോഷത്തോടെ മലറിനോട് പറഞ്ഞു, താങ്ക് യു വെരി മച്ച് മലർ, നീ വളരെ നന്നായിട്ട് വരച്ചിരിക്കുന്നത്. ആരെങ്കിലും എനിക്കിനി കോടിക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് തന്നാലും ഈ ഗിഫ്റ്റ് പോലെ എനിക്കിനി ആവില്ല. അത് കേട്ട് മേഘയ്ക്കും മാലതി മുത്തശ്ശിക്കും അത്ര അങ്ങ് രസിച്ചില്ല. ഐ ആം വെരി ഹാപ്പി മലർ എന്ന് പറഞ്ഞ് സിദ്ധു മലറിന് മുത്തം കൊടുത്തു. ശരി, അപ്പോൾ കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞ് സിദ്ധു കേക്ക് മുറിക്കാൻ വേണ്ടി തയ്യാറായി. കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരും കൈകൊട്ടി. കേക്ക് വാങ്ങാനായി ജാനകി അമ്മ അങ്ങോട്ടേക്ക് വന്നതും പെട്ടെന്ന് സിദ്ധു അടുത്തുണ്ടായിരുന്ന മലറിന് കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അത് കണ്ട ജാനകി അമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മേഘയും പെട്ടെന്ന് ഷോക്കായിപ്പോയി. അപ്പോൾ മഹേന്ദ്രൻ സാർ വിളിച്ചു, വാ ജാനകി എന്ന്. സിദ്ധു പിന്നെയും കേക്ക് കട്ട് ചെയ്തു. അത് മഹേന്ദ്രൻ സാറിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ, താങ്ക്സ് അങ്കിൾ. പിന്നീട് അവൻ മുത്തശ്ശൻ്റെ വായിൽ വെച്ച് കൊടുത്തു, മുത്തശ്ശ ഇതാ. പിന്നീട് അവൻ അച്ഛന് കൊടുത്തു. അച്ഛൻ അമ്മയ്ക്ക് കൊടുക്ക്. അങ്ങനെ അവരുടെ വായിലും വെച്ച് കൊടുത്തു. അമ്മേ ഇതേ കഴിക്ക്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജാനകി അമ്മ മകൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. ആരതി ഒരു പ്ലേറ്റിലേക്ക് കേക്ക് എടുത്ത് ചന്ദ്രികയ്ക്ക് കൊടുത്തു. ചന്ദ്രിക ഇതാ. അപ്പോൾ ചന്ദ്രിക, എനിക്ക് വേണ്ട, ഇതാ കഴിക്ക്. അല്ല എനിക്ക് ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ശരി എന്നും പറഞ്ഞിട്ട് അവൾ കേക്ക് നേരെ മേഘയ്ക്ക് നീട്ടി. ഇതാ മേഘ. മേഘ താങ്ക്സ് പറഞ്ഞ് വാങ്ങിച്ചു. അപ്പോൾ സിദ്ധു അവളെ തന്നെ നോക്കി നിന്നു. ചന്ദ്രിക അങ്ങോട്ടും അവനെയും. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജാനകി അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്കായിരുന്നു പോയത്. അപ്പോൾ ഇതിനോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. സിദ്ധാർത്ഥ് സ്റ്റെയർ കേസിന് മുകളിൽ വന്ന് ചന്ദ്രികയോട് പറയുകയാണ്, ചന്ദ്രികെ, ഞാൻ നിനക്ക് തന്ന സമയം കഴിഞ്ഞു. ഇപ്പോൾ നിൻ്റെ തീരുമാനം നിനക്ക് തുറന്നു പറയാം. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം സർ, എനിക്കൊരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തേക്കാൾ സാറിൻ്റെ ജീവിതം തന്നെയാണ് വലുത്. ഈ പാവപ്പെട്ട ചന്ദ്രിക സാറിന് വേണ്ട സർ. ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ല ഒരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.